അതെ, ജൂലൈ 10 ആ ദിവസം. LP ജിംസാറ്റ് ഒത്തിരി സന്തോഷത്തോടെയും അതിലുപരി ആകാംക്ഷയോടെയും കാത്തിരുന്ന ആ ഒരു സുദിനമാണെന്ന്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, പയനീറിംഗ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് പോലീസിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, LP ജിംസാറ്റുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം ഗുജറാത്ത് ഗവൺമെന്റിന്റെ പ്രൊജക്റ്റുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് 21 ഡേയ്സ് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഓൺ എ പൈലറ്റ് പ്രോജക്ട് ബേസിസ് ആരംഭിക്കുന്ന ബ്ലെസ്ഡ് ആയിട്ടുള്ള ആ ദിവസമാണ് ജൂലൈ 10 എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്ററായ ശ്രീ കേശവൻ സാറും അതുപോലെ GAPT കോർഡിനേറ്ററായ അഖിൽ സാറും ചേർന്ന് 25 സ്റ്റുഡൻസ് അടങ്ങുന്ന GAPT ബാച്ച് യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്വാൻസ് ട്രെയിനിങ്ങിനായി പുറപ്പെടുന്നത് ആകാംക്ഷയും പ്രതീക്ഷയും നിറഞ്ഞ രാത്രി 12 മണിക്കാണ് ട്രെയിൻ. 11:30 തന്നെ കോളേജിൽ നിന്നും ഇറങ്ങി. ഒരു മാസത്തോളം ചെയ്യാൻ പോകുന്ന ട്രെയിനിങ്ങിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ തികച്ചും അടിച്ചുപൊളിച്ച ഒരു ട്രെയിൻ യാത്ര. ചെന്നെത്തിയത് അടുത്ത ദിവസം രാവിലെയായിരുന്നു. ട്രെയിൻ ഇറങ്ങുന്നതും കാത്ത് യൂണിവേഴ്സിറ്റി അയച്ച ബസ് പുറത്തുണ്ടായിരുന്നു. ബസ്സിനു മുന്നിൽ തന്നെ ഭാരത് സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോർഡ്. അത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ആവേശം ആർക്കും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്നായിരുന്നു. അഭിമാനത്തോടെ തന്നെ ബസ്സിലേക്ക് കയറി. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഭാഗമാവാൻ ഇതൊരു തുടക്കമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ബസ് നേരെ ചെന്ന് നിന്നത് ട്രെയിനിങ് ക്യാമ്പിന് മുന്നിലായിരുന്നു. അവിടെ നമ്മളെയും കാത്ത് അക്കാദമിക് ട്രെയിനർമാരായ ഷാരു സർ, കരൺ സർ, ഫിസിക്കൽ ട്രെയിനർമാരായ ദാമോദർ സർ, PT ട്രെയിനർ താപ്പ സർ എന്നിവർ ഉണ്ടായിരുന്നു. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയ നമ്മളെ വരവേറ്റത് 21 ദിവസത്തേക്കുള്ള നമ്മുടെ ടൈം ടേബിൾ ആയിരുന്നു. ആകാംക്ഷയേക്കാൾ ഉപരി ആത്മാഭിമാനത്തിന്റെ നിമിഷമായിരുന്നത്. കേരള സ്റ്റേറ്റിൽ നിന്നും LP ജിംസാറ്റ് എന്ന സ്ഥാപനത്തിലൂടെ ഞങ്ങളിവിടെ ഗുജറാത്ത് സ്റ്റേറ്റിലെത്തിയപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ ഡയറക്റ്റായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ മിലിറ്ററി ക്യാമ്പിനുള്ളിൽ ഞങ്ങളുടെ എല്ലാം പേര് പ്രിന്റ് എടുത്ത് അവരുടെ സോഫ്റ്റ് ബോർഡിൽ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. തൊട്ടടുത്ത പ്രിന്റ് ഔട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടത് 51 കുട്ടികളുള്ള അദാനി ഗ്രൂപ്പിന്റെ ടൈം ടേബിൾ. ഈ വരുന്ന 21 ദിവസകാലത്തെ ട്രെയിനിങ്ങിനും മത്സര ഇനങ്ങൾക്കും നേരിടേണ്ടി വരുന്നത് അവരെ തന്നെ. വന്ന ദിവസം പ്രയാസകരമല്ലാതാക്കാൻ വിവിധ തരം ഗെയിം കളിപ്പിച്ചാണ് തുടങ്ങിയത്. വോളിബോൾ, കബഡി, ബാഡ്മിന്റൺ തുടങ്ങിയവയൊക്കെ ഒന്ന് പയറ്റി നോക്കി. അടുത്ത ദിവസങ്ങളിലാണ് ശരിക്കുള്ള ട്രെയിനിങ് തുടങ്ങിയത്. 5 കിലോമീറ്റർ ഓട്ടത്തിൽ തുടങ്ങിയ ആ ദിവസം പുഷപ്പും സിറ്റപ്പും പരേഡും റോപ്പ് ക്ലൈംബിങ്ങും ക്രൗളിങ്ങും ലോങ് ജമ്പും ടയർ ക്ലൈംബിങ്ങും ക്ലാസും ഭക്ഷണവും റെസ്റ്റും എല്ലാമായി ഓരോ ദിവസങ്ങൾ. ഒരിക്കൽ പോലും മടുപ്പിക്കാതെ മുഷിപ്പിക്കാതെ അവിടുത്തെ എല്ലാ സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. നമ്മളിൽ ഒരാളായി കൂടെ നിന്ന് എന്നാൽ കൃത്യമായി അവരുടെ ഡ്യൂട്ടിയിൽ തെല്ലിട വ്യത്യാസമില്ലാതെ കൃത്യനിർവഹണം നടത്തുന്നത് കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചധികം ആകാംക്ഷയും എന്നാൽ എക്സാമിന്റെ ചിലർ ടെൻഷനുമായി നേരെ പോവാനിരുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളുടെ എക്സാമുകൾ നടത്തപ്പെടുന്നത്. അതായത് ഫിസിക്കൽ ട്രെയിനിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള മിലിറ്ററി ക്യാമ്പിലും, എന്നാൽ തിയററ്റിക്കൽ എക്സാമുകൾ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനുള്ളിൽ വെച്ചുമാണ് നടക്കുന്നത്. നമ്മുടെ സ്വന്തം ബസ്സിൽ ചെന്നിറങ്ങിയത് ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ സൗകര്യങ്ങളോടുകൂടി തലയുയർത്തി നിൽക്കുന്ന രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ. മറ്റൊരു ലോകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വിസ്തരിച്ചു കിടക്കുന്ന യൂണിവേഴ്സിറ്റി. പരീക്ഷയും പരീക്ഷണങ്ങളും കഴിഞ്ഞ് ജയിച്ച് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഓഫീസർ, എയർ കമാൻഡർ ഓഫീസർ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഇവരുടെ സാമീപ്യത്തിൽ നിന്ന്, അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് അതേറ്റുവാങ്ങുമ്പോൾ ഉണ്ടായ അഭിമാനം അനിർവചനീയമാണ്. അഭിമാനം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്നറിയില്ല, മനസ്സ് ആകെ മൊത്തം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിലായിരുന്നു. ഒന്നിനോടും തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളാണ് ഓരോരുത്തരും. എല്ലാ സൗകര്യങ്ങളോടും കൂടെ നമ്മളെ വരവേറ്റ് പഠിപ്പിച്ച് ഉത്തമ പൗരനാക്കിയ, അഥവാ രാഷ്ട്രബോധം ഉള്ളിൽ
തിളയ്ക്കുന്ന പൗരന്മാരാക്കി മാറ്റി തീർത്ത, ഇനിയും വരാനിരിക്കുന്ന ഓരോ കുട്ടിയെയും കാത്ത് ഇതുപോലെ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കാത്ത കുറേയേറെ നല്ല നിമിഷങ്ങളും ജീവിത വിജയഗാഥയും രചിക്കാൻ ജിംസാറ്റിലെ GAPTക്ക് സാധിക്കട്ടെ. GAPTയിലൂടെ ജിംസാറ്റ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്, കൂടാതെ എല്ലാ തരത്തിലുള്ള, അതായത് ഓൾ യൂണിഫോം ഫോഴ്സിലേക്ക് ആഗ്രഹിക്കുന്ന ഏതൊരു മക്കൾക്കും ഫിസിക്കൽ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ തിയറട്ടിക്കൽ ട്രെയിനിങ്ങും, എസ്പെഷ്യലി അഗ്നിവീർ പ്രൊജക്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ബേസ് ഉറപ്പിക്കുവാൻ കൃത്യമായ ക്ലാസ്സുകളോടുകൂടെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേരാൻ ജിംസാറ്റിലൂടെ GAPT കൂടെയുണ്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.